സർ, ബീഹാറിൽ വൈകാതെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കും എന്നാണ് കേൾക്കുന്നത്. പക്ഷേ അവിടെ നിന്ന് വരുന്ന വാർത്തകൾ അത് ഈ ഇന്ത്യ മുന്നണിക്ക് ഒട്ടും അനുകൂലമല്ല. RJDക്കുള്ളിൽ തന്നെ ഒരു വലിയ പൊട്ടിത്തെറി നടക്കുന്നതായിട്ടാണ് ലഭിക്കുന്ന വിവരം. ദേശീയ മാധ്യമങ്ങളിൽ ചിലതൊക്കെ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മലയാള പത്രങ്ങൾ അത്ര കാര്യമായിട്ട് അത് കൊടുത്തിട്ടില്ല. അവിടെ ബീഹാറിൽ NDA സുഖമായിട്ട് ജയിക്കും, വളരെ ഈസി ആയിട്ട് ഒരു ഈസി വാക്ക് ഓവറാണ് NDAക്ക് എന്നും കേൾക്കുന്നുണ്ട്. ഈ RJDക്കുള്ളിൽ എന്താണ് സംഭവിക്കുന്നത്? അവിടെ തേജസ്വി യാദവിന് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തെ അംഗീകരിക്കാത്ത എന്തെങ്കിലും അവസ്ഥയുണ്ടോ? എന്താണ് സാർ ബീഹാറിൽ നിന്ന് വരുന്ന വാർത്തകൾ? ഒരു മിനി മഹാഭാരത യുദ്ധം ബീഹാറിൽ അരങ്ങേറുന്നു. ധൃതരാഷ്ട്രർക്ക് മക്കൾ 101. ലാലു പ്രസാദിന് അതിൻ്റെ 10-1 ഉള്ളൂ. എങ്കിലും 10 ഈസ് എ ക്രൗഡ്. എല്ലാവരും ജീവിച്ചിരിപ്പില്ല. പക്ഷേ മഹാമല്ലന്മാരായ മക്കൾ, ആൺമക്കളും പെൺമക്കളും, അത് ഒരു ബലമാണ്, അതേസമയം അതൊരു ബാധ്യതയുമാണ്. ലാലു ഈ നല്ല ഒന്നാന്തരമായി ആളുകളുമായി സംവദിക്കുന്ന ഒരാളാണ്. ലാലു പ്രസാദ് ആവോന എന്നൊക്കെ പറഞ്ഞ ദൂരെ നിൽക്കുന്ന ആളുകളെ വിളിച്ചടുത്തിരുത്തി തോളത്തെ കൈയിട്ട് അവർക്ക് വഴങ്ങുന്ന ഭാഷയിൽ, ഭോജ്പുരിയിലൊക്കെ നല്ല ഒന്നാന്തരം എരിവും പുളിയുമുള്ള പ്രയോഗങ്ങൾ, നാട്ടുഭാഷ, ഇതൊക്കെയാണ് ലാലുവിൻ്റെ ഒരു ട്രേഡ് മാർക്ക്. പാർലമെന്റിൽ പോലും കണ്ടിട്ടുണ്ട്. ലാലുവിനെ എങ്ങനെയാണ് ഭരിക്കേണ്ടതെന്നറിയാം. തനിക്കറിയാൻ വയ്യാത്ത കാര്യങ്ങൾ തൻ്റെ ഉപദേശകരെ കൊണ്ട്, തൻ്റെ നല്ല MBAക്കാർ, ചുള്ളന്മാർ കുട്ടികളെ കൊണ്ട് ലാലു നടത്തിയെടുക്കും. നഷ്ടത്തിൽ പ്രവർത്തിച്ച റെയിൽവേ കരകയറ്റി എടുത്തതിൻ്റെ പേരിലും ഒക്കെ ലാലുവിൻ്റെ ഒക്കെ കരങ്ങളുണ്ട്. ലാലുവിൻ്റെ ഒരു പൊളിറ്റിക്കൽ, കൾച്ചറൽ, സോഷ്യൽ DNA അതുപോലെ പറിച്ച് നട്ടിരിക്കുന്നത് തൻ്റെ ഇളയ പുത്രൻ തേജസ്വി യാദവിലാണ്. ഇപ്പം ലാലുവിൻ്റെ അത്തേ കാരിസ്മയുള്ള, ജനങ്ങളെ ഇളക്കി മറിക്കാൻ കഴിയുന്ന തേജസ്വി യാദവ്. അതുകൊണ്ടാണ് തേജസ്വി യാദവ് അനിഷേധ്യനായ നേതാവായി മാറിയത്, RJDയുടെ ലാലുവിൻ്റെ യഥാർത്ഥ പിൻഗാമിയായി മാറിയത് അതുകൊണ്ടാണ്. അപ്പം തൻ്റെ ജ്യേഷ്ഠാവകാശം ഉപയോഗിച്ചുകൊണ്ട് തേജ് പ്രതാപ് യാദവ് ഈ ലാലുവിൻ്റെ പിൻഗാമിയാകാൻ ഒരു ശ്രമം നടത്തി. പക്ഷെ അദ്ദേഹത്തിന് കാര്യമായ ക്ലച്ച് പിടിച്ചില്ല. തമിഴ്നാട്ടിൽ കരുണാനിധിയുടെ മൂത്ത മകൻ അഴഗിരി കരുണാനിധിയുടെ പിൻഗാമിയാകും, DMKയുടെ അധ്യക്ഷനാകും എന്നൊക്കെ കരുതിയെങ്കിലും ഇളയ മകൻ, മറ്റൊരു ഭാര്യയിലെ മകൻ സ്റ്റാലിനാണ് അവസാനം പിൻഗാമിയായി മാറിയതും മുഖ്യമന്ത്രിയായതും. സമാനമായ സാഹചര്യത്തിൽ അഴഗിരി പിന്തള്ളപ്പെട്ടു പോയതുപോലെ മറ്റൊരു വിഷയത്തിൽ ചില ഭോജ്പുരി നടിമാരുമായിട്ടൊക്കെയുള്ള ബന്ധം ഒക്കെ ആരോപിച്ചുകൊണ്ട് തേജ് പ്രതാപ് യാദവിനെ മാറ്റി നിർത്തി. പക്ഷേ മഹാഭാരതത്തിൽ ഒരു ശകുനി ഉള്ളതുപോലെ ഇവിടെയും ഒരു ശകുനിയുണ്ട്. നല്ല പകിട കളിക്കാരനായ ഒരു യാദവ ശകുനി. അദ്ദേഹം ഈ ഫാമിലിയുടെ അകത്തളങ്ങളിൽ കയറിക്കൂടി ഒരു ഫാമിലിയുടെ ഒരു അകന്ന ബന്ധു കൂടിയാണ് സഞ്ജയ് യാദവ്. അപ്പം സഞ്ജയ്, മഹാഭാരതത്തിലെ സഞ്ജയൻ യഥാർത്ഥത്തിൽ സന്ദേശ വാഹകനാണ്, ഒരു ജേർണലിസ്റ്റാണ്. അവിടെയും ഇവിടെയും ഒക്കെ കാര്യങ്ങൾ തിരക്കി പറയുന്നതാണ്. അദ്ദേഹം ഓണസ്റ്റായി റിപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് മഹാഭാരതത്തിലെ സഞ്ജയ്. പക്ഷെ ഇവിടുത്തെ സഞ്ജയ് അത്ര ഓണസ്റ്റ് അല്ല. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിക്കുന്ന, മക്കളെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിക്കുന്ന ഒരു ശകുനി. അദ്ദേഹം 2 മക്കൾ, പെൺമക്കൾ, അതായത് ഈ മീസ ഭാരതി മൂത്ത മകളാണ്. അദ്ദേഹം റാബ്രി ദേവിയിൽ ആദ്യം ജനിക്കുന്ന മകളെന്ന നിലയിൽ മീസ ഭാരതിക്ക് ഒരു പ്രത്യേകതയുണ്ട്. കാരണം അടിയന്തരാവസ്ഥ സമയത്ത് മെയിൻ്റനൻസ് ഓഫ് ഇന്റേണൽ സെക്യൂരിറ്റി ആക്ട് മീസ പ്രകാരം തടവിലായ ലാലു പ്രസാദ് യാദവ് ഭാര്യ ഗർഭിണിയായിരിക്കുന്ന സമയത്താണ് തടവിൽ പോകുന്നത്. അവിടെ വെച്ചാണ് പ്രസവം നടക്കുന്നത്. അപ്പോൾ തടവിൽ കിടന്നുകൊണ്ട് ലാലു പേരിട്ടു മീസ. അപ്പോൾ ആദ്യമായിട്ടായിരിക്കും ഭാരതത്തിലെ ഒരു വനിതയ്ക്ക് മീസ എന്ന പേര് ലഭിക്കുന്നത്. മീസ ഭാരതി, മീസ ഭാരതിയുടെ ഇളയ സഹോദരി രോഹിണി ആചാര്യ. അവർ കുറെ കാലം സിംഗപ്പൂരിലായിരുന്നു. തിരിച്ചു നാട്ടിൽ എത്തി ബീഹാർ രാഷ്ട്രീയത്തിൽ സജീവമായി പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പരാജയപ്പെട്ടു. മീസ ഭാരതി MP ആണ്. അപ്പം യാദവ സ്ട്രോങ് ഹോൾഡുകളിൽ ഈ യാദവ് വോട്ടുകൾ ഏതാണ്ട് മൊണോപ്പൊളി ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം ലാലുവിന്. മുലായം സിംഗിന് ഉത്തർപ്രദേശിൽ ഉള്ളതുപോലെ ലാലു പ്രസാദ് യാദവിനും കുടുംബത്തിനും യാദവ് വോട്ടിന്റെ ഏതാണ്ട് ഒരു കുത്തക അവകാശമുണ്ട്. അതേസമയം നോൺ യാദവ് വോട്ട് OBCs, they are voters of നിതീഷ് കുമാർ. കുർമി, കൊയ്രി സമുദായങ്ങളൊക്കെ നിതീഷ് കുമാറിന്റെ വോട്ടേഴ്സാണ്. അതുപോലെ മഹാദളിതുകൾ, അതൊക്കെയാണ് NDAയുടെ ശക്തി. അതേസമയം ഇന്ത്യ മുന്നണിയുടെ ശക്തി യാദവ് ആൻഡ് മുസ്ലിം,
അത് ഒന്നാമത്തെ ഒരു അഭ്യാസത്തിലൂടെ കോമ്പിനേഷനാണ്. അതോടൊപ്പം തന്നെ കോൺഗ്രസിന് കൊണ്ടുവരാവുന്ന വോട്ടുകൾ, CPIക്ക് കൊണ്ടുവരാവുന്ന വോട്ടുകൾ, CPM-നും CPI-ML-നും ഒക്കെയുള്ള വോട്ടുകൾ, ആദിവാസി വോട്ടുകളുടെ ചില ഭാഗങ്ങൾ, കോൺഗ്രസിന് സസ്ര മേഖലയിലൊക്കെ പണ്ട് ജഗ്ജീവൻ റാമിന്റെ മണ്ഡലമാണ്, മീരാകുമാർ പിന്നീട് മത്സരിച്ച് ജയിച്ച മണ്ഡലം, അവിടെയൊക്കെയുള്ള കോൺഗ്രസ് ട്രഡീഷണൽ വോട്ട്, ഇതെല്ലാം തന്നെ ഇന്ത്യ മുന്നണിയുടെ ശക്തിയാണ്. ഇവിടെ വന്നിരിക്കുന്നത് വോട്ട് അധികാർ യാത്രയുമായി രാഹുൽ ഗാന്ധി നിറഞ്ഞു നിൽക്കുകയാണ് ബീഹാറിൽ. ബീഹാറാണല്ലോ തട്ടകം. ഇനി തിരഞ്ഞെടുപ്പ് നടക്കേണ്ട സ്ഥലം ബീഹാറാണ്. ഉടനെ നടക്കും. ഈ വർഷം അവസാനിക്കുന്നതിന് മുമ്പ് ബീഹാർ തിരഞ്ഞെടുപ്പ് ഡിസംബർ മാസത്തിൽ ഉണ്ടാവണം. അവിടെ കളമൊരുക്കുന്ന തിരക്കിലാണ്. ഒരു കൃഷിയൊക്കെ വലിയ രീതിയിൽ പ്രതീക്ഷയോടെ കൃഷി ഇറക്കുമ്പോൾ കളമൊരുക്കുന്ന കളമൊരുക്കി അവിടെ കളമൊരുക്കുന്നതിന്റെ ഭാഗമായി ഇവിടെയെല്ലാം ഭദ്രം. ഇന്ത്യ മുന്നണിയിൽ അത് മഹാഗഠബന്ധൻ എന്ന് പറയും. ബീഹാറിലെ ഇന്ത്യ മുന്നണി അവിടെ എല്ലാം ഭദ്രമെന്ന് കരുതിയിരിക്കുമ്പോഴാണ് ലാലുവിന്റെ മകൻ ഒരു വെട്ടിപ്പൊട്ടിക്കുന്നത്. 243 നിയമസഭാ സീറ്റുകളിൽ RJD ഒറ്റയ്ക്ക് മത്സരിക്കും. കാരണം ഞാനാണ് മുഖം. തേജസ്വി യാദവ് പറയുകയാണ്, ഞാനാണ് മുഖം, രാഹുൽ ഗാന്ധി അല്ല, ഞാനാണ് മുഖം. അതുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ അടുപ്പക്കാരൻ കോൺഗ്രസിന്റെ നേതാവ് അല്ലു കൃഷ്ണ അർജുൻ, അദ്ദേഹം പറയുന്നത് 70 സീറ്റിൽ, കഴിഞ്ഞ പ്രാവശ്യം 70 സീറ്റിലാണ് കോൺഗ്രസ് മത്സരിച്ച്, 19 സീറ്റിലാണ് ജയിക്കാൻ പറ്റിയത്. കോൺഗ്രസ് ഒരു ബാധ്യതയായി മാറി. 70 സീറ്റിൽ മത്സരിച്ച് സ്ട്രൈക്ക് റേറ്റ് ഒരു വളരെ പരിതാപകരമായ നിലയിലാണ്. അതേസമയം ഏതാണ്ട് 150 സീറ്റിൽ 143 സീറ്റിൽ മത്സരിച്ച് 75 സീറ്റിലാണ് RJD ഏറ്റവും വലിയ ഒറ്റക്കക്ഷി. ജനതാദൾ യുണൈറ്റഡിനേക്കാൾ BJP രണ്ടാമത്തെ വലിയ കക്ഷി. അപ്പൊ ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ RJDയേക്കാൾ എണ്ണമുണ്ടെങ്കിലും വലിയ കക്ഷി യഥാർത്ഥത്തിൽ ബീഹാറിലെ ഏറ്റവും വലിയ പാർട്ടി ഇപ്പോഴും RJD തന്നെയാണ്. BJPയുടെയും ജനതാദൾ യുണൈറ്റഡിന്റെയും സംയുക്ത ഒരു വോട്ട് വരുമ്പോൾ, പ്രത്യേകിച്ച് നിതീഷ് കുമാറിനോടുള്ള ഒരു മമത പലർക്കും ഉണ്ടിപ്പോഴും. അദ്ദേഹം പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ ഉസ്താദാണ്. അദ്ദേഹം മാറിയും മറിഞ്ഞും അഴിമതിരഹിത ആദ്യമായിട്ടാണ് BJPക്ക് അല്ലാതെ NDA മുന്നണിയാണ് ഒരു വികസനത്തിന് BJPക്ക് സാധിക്കാതെ പോകുന്നത്. പലപ്പോഴും ഈ ഒരു വ്യക്തി എന്ന നിലയിൽ നിതീഷ് കുമാർ കറകളഞ്ഞ ഒരു വ്യക്തിത്വമാണ്. കാര്യമായ അഴിമതി ബീഹാറാണെന്ന് ഓർക്കണം. അവിടെ അഴിമതിയുടെ കറയൊന്നും ഉരുളാതെ ഇത്രയും കാലം പിടിച്ചു നിൽക്കുക. 7-8 പ്രാവശ്യം അദ്ദേഹം രാഷ്ട്രീയത്തിൽ മലക്കം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അഴിമതി വിരുദ്ധത, അതൊരു വലിയ വികസനം. ബീഹാറൊക്കെ ഒരിക്കലും ബീമാരു സ്റ്റേറ്റ്, അതിൽ ആദ്യത്തെ ഭാഗം B ആണ്. ബീഹാർ അല്ലെ, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ബീമാരു എന്ന് പറയുന്നത് ഉത്തർപ്രദേശ്, ഇതെല്ലാം ചേർന്ന ബീമാരുവിൽ ആദ്യ ഭാഗം ബീഹാറാണെന്ന് ഓർക്കണം. ആ ബീമാരിയിൽ നിന്നൊക്കെ മാറി ഇപ്പോൾ ചെറിയ വികസനം അവിടെ ഉണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. രാഹുൽ ഗാന്ധി ഉയർത്തുന്ന വെല്ലുവിളി അത് ഒരു യാഥാർത്ഥ്യമാണെന്ന് തോന്നിയിരിക്കുമ്പോഴാണ് രണ്ട് കാര്യങ്ങൾ സംഭവിക്കുന്നത്. ഒന്ന്, RJD കോൺഗ്രസ് റിഫ്റ്റ് ഉണ്ടാകുന്നു. 70 സീറ്റിൽ ഏകപക്ഷീയമായി കോൺഗ്രസ് അങ്ങോട്ട് മത്സരിക്കാൻ പറ്റില്ല. അത് ഞങ്ങൾ തീരുമാനിക്കും ഏതാണ് സീറ്റുകൾ, കോൺഗ്രസ് തീരുമാനിക്കാനാവില്ല. 2, ആരാണ് മുഖ്യമന്ത്രി എന്നത് നിയമസഭാ സാമാജികർ തീരുമാനിക്കും എന്നൊന്നും പറയാൻ തക്ക വലിപ്പം കോൺഗ്രസിനില്ല. അത് തേജസ്വി യാദവ് ആയിരിക്കും മുഖ്യമന്ത്രിയായി തേജസ്വിയെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മത്സരിക്കും. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ മുന്നണിയിൽ വിള്ളൽ വീഴുകയാണ്. അതൊന്ന്. 2, സ്വന്തം പാർട്ടിയിൽ വിള്ളൽ വീണിരിക്കുന്നു. RJDയിൽ വിള്ളൽ വീണിരിക്കുന്നു. ആരും പ്രതീക്ഷിക്കാത്ത ഒരു ഡെവലപ്മെന്റ്. മുൻപ് വിള്ളൽ വീണു, ശരിയാണ്. ലാലു പ്രസാദ് യാദവ് മുൻകൈ എടുത്തുകൊണ്ടാണ് തേജ് പ്രതാപ് യാദവിനെ മാറ്റി നിർത്തിയത്. ഒരു വനത്തിൽ 2 സിംഹം വേണ്ട എന്ന ഒരു പ്രമാണം ലാലുവിന്റെ വാക്ക് അനുസരിച്ചുകൊണ്ട് അദ്ദേഹം മാറുന്നു. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല. 2 സഹോദരിമാർ രോഹിണി ആചാര്യയും മീസ ഭാരതിയും ഈ തേജസ്വി യാദവിനെതിരെ തിരിയുന്നു എന്ന പ്രതീതിയാണ് ഇപ്പോൾ ഉണ്ടാവുന്നത്. അത് കുത്തിത്തിരിക്കുന്നത് സഞ്ജയ് യാദവാണ്. ഇതെങ്ങനെയാണ് RJD മറികടക്കുക? അപ്പൊ യാദവ് മുഖ്യന്മാർ അങ്കലാപ്പിലാണ്, ലാലു തന്നെ അങ്കലാപ്പിലാണ്. ആശയക്കുഴപ്പമുണ്ടായി. ലാലുവിന്റെ കിഡ്നി എന്ന് പറയുമ്പോൾ ഇവിടുത്തെ തലയിലെ കിഡ്നി അല്ല കേട്ടോ, ലാലുവിന്റെ യഥാർത്ഥ കിഡ്നി ഇപ്പോൾ രോഹിണി ആചാര്യ പങ്കിട്ട് നൽകിയ കിഡ്നിയാണ്. വൃക്കരോഗം ബാധിച്ച ചികിത്സയിലായപ്പോൾ മകളായ കിഡ്നി ദാനം ചെയ്ത മകൾ പറയുന്നത് കേൾക്കണോ, അതോ പോപ്പുലറായ മകൻ പറയുന്നത് കേൾക്കണോ? ഇതാണ് യാദവ മുഖ്യന്റെ ലാലുവിന്റെ ഒരു കൊള്ളാനും വയ്യ. മഹാഭാരതത്തിലെ ഭീഷ്മാചാര്യന്റെ ഒരു അവസ്ഥയിലാണ് ലാലു. ശരശയ്യയിലാണിപ്പോൾ. അതുകൊണ്ട് രാഷ്ട്രീയമായ ശരശയ്യയിലുള്ള ലാലു അവിടെ നിന്നും ശരങ്ങളെല്ലാം മാറ്റി ഉയർത്തെഴുന്നേറ്റ് ഈ വിൽ ഹി ബി ഏബിൾ ടു പുട്ട് ദ ഹൗസ് ഇൻ ഓർഡർ? ഇതാണ് ചോദ്യം. ഇത് പല രീതിയിൽ എടുക്കാം. പുട്ടിംഗ് ദ ഹൗസ് ഇൻ ഓർഡർ എന്നത് സ്വന്തം വീട് തന്നെ, സ്വന്തം പാർട്ടി തന്നെ, സ്വന്തം മുന്നണി തന്നെ ഓർഡറിലാക്കി എടുക്കാൻ
വൃദ്ധനായ ലാലു ഒക്ടജനറിയനായ ലാലുവിന് കഴിയുമോ? ഇതാണ് ചോദ്യം. അപ്പൊ അതുകൊണ്ട് ബീഹാറിൽ അതേസമയം NDA കുറെ കൂടെ സേഫ് ആണ്, അവിടെ വലിയ കുഴപ്പങ്ങളില്ല എന്നാണ്. അങ്ങനത്ര ഭദ്രമൊന്നുമല്ല ആ വീടും. ഇവിടെ പരമ്പരാഗതമായി ഈ സോഷ്യലിസ്റ്റുകൾക്ക് ഒരു വേരോട്ടമുള്ള മണ്ണാണല്ലോ ബീഹാർ. ഇങ്ങനെയാണല്ലോ ലാലുവിന്റെ പാർട്ടിയും നിതീഷിന്റെ പാർട്ടിയും എല്ലാം സോഷ്യലിസ്റ്റ്, പിന്നെ ഈ പസ്വാന്റെ പാർട്ടിയും എല്ലാം സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാടുള്ള പാർട്ടികളാണ്. അവർക്ക് പലതായിട്ട് മാറി. ചിരാഗ് പസ്വാൻ ഇപ്പോൾ വേറെ പോയി, ദളിത് പാർട്ടിയുമായിട്ട് പോയി. പക്ഷേ അവിടെ BJPയും ഈ പാർട്ടികളും തമ്മിൽ സ്വാഭാവികമായി ചേരാത്തതാണ്. പക്ഷേ ഒരു രാഷ്ട്രീയ അലയൻസ് ആണ്. എന്നാൽ ഘട്ടം ഘട്ടമായി മഹാരാഷ്ട്രയിൽ സംഭവിച്ചതുപോലെ BJPക്ക് വിശാല ഹൈന്ദവ അടിത്തറ, കട്ടിങ് അക്രോസ് കാസ്റ്റ് ഗ്രൂപ്പ്സ്, കാസ്റ്റ് പൊളിറ്റിക്സിന്റെ തേർവാഴ്ചയുള്ള ബീഹാറിൽ സോഷ്യൽ എഞ്ചിനീയറിംഗ് വളരെ ശ്രദ്ധിച്ച് നടത്തേണ്ട സ്ഥലം അതൊക്കെ മേലെ BJP നീങ്ങി. വികസന അജണ്ടയൊക്കെയാണ്. സുശീൽ കുമാർ മോദിയൊക്കെ BJPയുടെ നേതാവായിരുന്നല്ലോ ബീഹാറിൽ. അപ്പൊ അങ്ങനെ കൈവന്ന ഒരു മേൽക്കോയ്മ. അപ്പൊ സീറ്റ് ഷെയറിങ്ങിൽ ഒരേ നമ്പർ സീറ്റ് മത്സരിക്കുമ്പോഴും BJPയുടെ സ്ട്രൈക്ക് റേറ്റ് മെച്ചമാണ്, JDUവിന്റെ സ്ട്രൈക്ക് റേറ്റ് കുറവാണ്. രണ്ടും കൂടെ ചേർന്ന് ഭരിക്കാൻ സാധിക്കും. അപ്പൊ നിതീഷിന്റെ എക്കാലത്തെയും പരിഭവം നിതീഷിനെ മുഖ്യമന്ത്രിയായി കാട്ടുകയും എന്നാൽ സ്വന്തം പാർട്ടിയുടെ MLA-മാരെക്കാളും കൂടുതൽ എണ്ണം MLA-മാർ BJPക്ക് ഉണ്ടാവുകയും ചെയ്യുമ്പോൾ ഭരണം ഒരു റിമോട്ട് കൺട്രോൾ ഭരണമാകുന്നു എന്ന പരിഭവം ഇപ്രാവശ്യം, അതായത് തിരഞ്ഞു പിടിച്ച് JDU കാൻഡിഡേറ്റ്സിനെ പരാജയപ്പെടുത്താൻ BJP ശ്രമിക്കുന്നു എന്ന ആരോപണം മുൻകാലങ്ങളിൽ നിതീഷ് കുമാർ ഉന്നയിച്ചിട്ടുള്ളതാണ്. വീണ്ടും അത് സംഭവിക്കുകയും ജയിച്ചു വരണം. പക്ഷേ നിതീഷ് കുമാറിന്റെ പാർട്ടിക്ക് BJPയേക്കാൾ വളരെ കുറച്ച് സീറ്റുകൾ മാത്രം ഉണ്ടാവുകയും അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായി BJP മുഖ്യമന്ത്രി ബീഹാറിൽ ഉണ്ടാവുകയും ചെയ്യണം എന്നൊരു അജണ്ട ഉണ്ടെന്ന് നിതീഷ് കുമാർ വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ അതൊരു കല്ലുകടിയാണ്. അപ്പൊ ഇത് രണ്ട് മുന്നണിയിലും ഏതാണ്ട് ഒരുപോലെ തന്നെ പല പിണക്കങ്ങൾ, പ്രശ്നങ്ങൾ ഉണ്ട് എന്നതാണ് ബീഹാർ രാഷ്ട്രീയത്തെ സജീവമായി നമ്മുടെ ഇടയിൽ ചർച്ചയ്ക്ക് വിഷയമാക്കുന്നത്. അതുകൊണ്ടാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.